ഇന്ന് ഞാൻ പറയുന്ന ഒരു പുതിയ കഥാപാത്രത്തെ കുറിച്ചാണ്. ആ രൂപം വല്ലാത്തൊരു രൂപമാണ്. വട്ടമുഖം, ഭയങ്കര മീശ, ഉണ്ടക്കണ്ണുകൾ, അടുത്തേക്ക് ചെല്ലാൻ നമുക്ക് പേടി തോന്നുന്ന രൂപമാണ്. ചങ്ങാതിയുടെ പേര് കിം പുരുഷൻ. കിം എന്ന് പറഞ്ഞാൽ എന്താ, ഏതാ, ആരാ, എന്തിനും നെഗറ്റീവ് പറയും. ആര് പറഞ്ഞു അങ്ങനെയാന്ന്? പശുവും പാലിന് വെളുപ്പ് മാറും. ആരെ പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല, വെളുപ്പൊന്നുമില്ല. പശുവും പാലിന് വെളുത്ത നിറം അല്ലാന്ന് ഞാനും പറയാറുണ്ട്. ചിലപ്പോൾ ചില കാര്യങ്ങൾ സ്ഥാപിക്കാൻ ചെമ്പരത്തി പൂവിന് ചുവന്ന നിറമല്ല എന്ന് പറയാറുണ്ട്. അത് ചില ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില ഇഷ്യൂ സ്ഥാപിക്കാൻ പറ്റില്ല. സാധാരണഗതിയിൽ ചുവന്ന ചെമ്പരത്തി എന്ന് പറഞ്ഞ് എതിർക്കരുത്. ഒരാളൊരു കാര്യം പറയുമ്പോൾ ഒരു ആംഗിളിലേ അതൊരു അർത്ഥമുള്ളൂ. പക്ഷെ കിംപുരുഷൻ അങ്ങനെയല്ല. നെഗറ്റീവ് എന്ത് കണ്ടാലും കുറ്റം പറയും, ആരും എതിർക്കും. പഞ്ചസാര തിന്നാൻ കൊടുത്താൽ പറയും എന്തൊരു കയ്പാണ്. എന്നിട്ട് ഈ എതിർക്കും ചോദ്യം ചോദിക്കുന്നത് എൻ്റെ ശക്തിയാണ്. നിങ്ങളുടെ മാതിരി നട്ടലില്ലാത്ത ആളല്ല ഞാൻ ചോദ്യം ചോദിക്കും. ഇതാണ് കിംപുരുഷൻ. നാക്ക് പുറത്തേക്ക് നീട്ടിയിടും. നിങ്ങൾ കിംപുരുഷനെ കണ്ടിട്ടുണ്ട് എവിടെ അറിയോ? നിങ്ങളുടെ വീട്ടിലുണ്ട്, നാട്ടിലുണ്ട്, സുഹൃത്തുക്കളിലുണ്ട്, ബസ് കയറി അവിടെയും കാണാം. പ്രധാനപ്പെട്ട ചില ക്ഷേത്രത്തിൻ്റെ മുകളിൽ അകത്തേക്ക് കയറി പോകുമ്പോൾ കിംപുരുഷൻ്റെ ഉള്ള വട്ടത്തിലുള്ള മുകളുള്ള തല കാണാം. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ട്. എനിക്കും കുട്ടിക്കാലത്ത് ഇത് കാണുമ്പോൾ എന്താ, അതൊക്കെ ഒരു പരിഷ്കാരത്തിന് ചിത്രം വരച്ച് വെച്ചാലാണ് വിചാരമല്ല. ആ കിംപുരുഷൻ നമ്മളുമാണ്. ശിവന് സരസ എന്നുള്ളൊരു രാക്ഷസിയിൽ ഉണ്ടായ പുത്രനാണ് കിംപുരുഷൻ. ഇവിടെ ശിവൻ എന്ന് പറഞ്ഞാൽ ശിവൻ നഷ്ടപ്പെട്ടാൽ നമ്മൾ ശവമായി മാറുമല്ലോ. അപ്പൊ ശിവൻ എന്ന് പറഞ്ഞാലും ബ്രഹ്മാവ് എന്ന് പറഞ്ഞാലും ഏത് പറഞ്ഞാലും നമ്മള്, അല്ലാതെ പുറമേയുള്ള ഒരു ശിവനൊന്നുമല്ല. ആ ശിവൻ സരസയുമായി ചേർന്നു. ചിലർ തമാശ പറയാന്നുള്ള രീതിയിലാണ് ഈ നെഗറ്റീവ് ചോദ്യം ചോദിക്കുക. എന്തു പറഞ്ഞാലും കിംപുരുഷനെ കൊണ്ടുള്ള ഈ പയ്യൻ വലുതായതും ദുരിതങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു. എവിടെ പോയാലും പ്രശ്നം. 10 പേര് കൂടിയോടത്തിൽ കിംപുരുഷൻ ചെന്നാൽ അവിടെ ബഹളം ഉണ്ടാക്കും. എന്ത് ചെയ്താലും ഇങ്ങനെയല്ല. ഇങ്ങനത്തെ സ്വഭാവക്കാരെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ടാവും. ഈ സ്വഭാവത്തിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാതെ ഇരിക്കണം. മിക്കവാറും കാര്യങ്ങൾ ആവശ്യമില്ലാത്ത തർക്കമാണ്. ആ തർക്കത്തിൻ്റെ ആവശ്യമേ ഇല്ല. അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, നിത്യജീവിതത്തിൽ ഞാൻ തർക്കിക്കുന്ന വ്യക്തിയല്ല. ഞാൻ തർക്കിക്കണമെങ്കിൽ അതുകൊണ്ട് വലിയൊരു ആപത്തുണ്ടാവണം. ഇയാള് അങ്ങനെ അഭിപ്രായത്തിൽ പറഞ്ഞോ, പഞ്ചസാരയ്ക്ക് കയ്പാണ്, കരിമ്പിന് കമ്പ് ദോഷമാണ്, എല്ലാവരും ആദരിക്കപ്പെടുന്ന മഹാത്മാക്കളെ പറ്റി കുറ്റം പറയാം. ഇതൊക്കെ അവരുടെ സ്വഭാവമാണോ, പറഞ്ഞോട്ടെ. തർക്കിച്ച് ഇങ്ങനെയാന്ന് പറയേണ്ട കാര്യമില്ല. കാരണം തർക്കത്തിൽ കിംപുരുഷനെ തോൽപ്പിച്ചാൽ അവൻ വീണ്ടും തർക്കിക്കാൻ വരും. അവന് ജയിക്കണ്ടേ, തർക്കത്തിൽ ജയിക്കണ്ടേ. ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കുടുംബാംഗങ്ങളിൽ വരെ ഒരു കാര്യം പറഞ്ഞാൽ അപ്പം ചിന്തിക്കണം, തർക്കിക്കേണ്ട കാര്യമുണ്ടോ? അതിലിപ്പോൾ തർക്കിച്ചിട്ട് ആവശ്യമുണ്ടോ? അങ്ങനെയാ, ശരി, സമ്മതിച്ചു. ഈ കിംപുരുഷൻ അങ്ങനെയല്ല, ഭയങ്കര ഉപദ്രവകാരിയാവുന്ന രീതിയിലായി എല്ലാവരെയും തോൽപ്പിച്ചു.
ദേവേന്ദ്രനെ യുദ്ധത്തിൽ തോൽപ്പിച്ചു. ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ ഹെഡ്, ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രിക്കുന്ന പ്രധാന കേന്ദ്രം ഒക്കെ തോൽപ്പിച്ചു. എല്ലാവരും കൂടിയിട്ട് പതിവ് പോലെ എല്ലാ കഥയിലും പറഞ്ഞ പോലെ വിഷ്ണുവിൻ്റെ അടുത്ത് പരാജയം. വിഷ്ണുവിന് ഇടപെടാതിരിക്കാൻ പറ്റില്ലല്ലോ. വിഷ്ണു യുദ്ധത്തിന് വന്നു. നമ്മുടെ കഥകളുടെ ഒരു പ്രത്യേകത ആലോചിക്കണം. ഇവിടെ സൂപ്പറെ താഴെയൊന്നുമില്ല. ഒരു രാവണൻ കാരണം ശ്രീരാമൻ എത്ര ബുദ്ധിമുട്ടിയൊന്ന് ആലോചിച്ച് നോക്കൂ. സംഗതി ശ്രീരാമൻ അവതാരമാണ്, എന്നിട്ടുണ്ട് വല്ലാതെ ബുദ്ധിമുട്ടി. പരാശക്തിയോട് അസുരന്മാർ 1.5 ലക്ഷം കൊല്ലം യുദ്ധം ചെയ്തു, 2 ലക്ഷമൊക്കെ ഉണ്ട്. അതിൻ്റെ റീസൺ ഇങ്ങനത്തെവർക്ക് ഒരു മിനിമം യുദ്ധം ചെയ്യാനുള്ള ശക്തി ഉണ്ടാവും. കിംപുരുഷന്മാരെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. അവർ കോടതിയിൽ പോയാലോ 35 കൊല്ലം കേസ് നടത്തും, പ്രശ്നങ്ങളുണ്ടാക്കും. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വകാര്യ ഭാഷ പറഞ്ഞാൽ മനുഷ്യാവകാശമില്ലേ, അസുരനാണെങ്കിലും നിവൃത്തിയില്ല. യുദ്ധം ഉഷാറായിട്ട് നടന്നു. വിഷ്ണു തോറ്റു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വിഷ്ണു തോറ്റു. തോറ്റ വിഷ്ണു കിംപുരുഷൻ വിജയശ്രീലാളിതനായിട്ട് നിൽക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു, കിംപുരുഷ, ഞാൻ തോറ്റിരിക്കുന്നു, നിനക്ക് എന്ത് വരമാണ് വേണ്ടത് എന്നോട് ചോദിച്ചോളാം. ഈ സിറ്റുവേഷൻ എനിക്ക് വലിയ ഇഷ്ടാട്ടോ. അപ്പൊ കിംപുരുഷന്റെ മറുപടി, ഈ തോറ്റവരുടേതൊന്നും ഞാൻ വരം വാങ്ങില്ല, നിങ്ങൾ അത്ര പ്രമാണിതല്ല, വലിയ പ്രമാണിയാണ്, എന്നെ തോൽപ്പിച്ചു, നിനക്ക് വരം വേണോ? ശരി, എൻ്റെ മുമ്പിൽ തോറ്റ ചങ്ങായി എന്ത് വരാ ഞാൻ ചോദിക്കുക? ഞാൻ അത്ര ചീപ്പല്ല, വരം ചോദിക്കാത്ര. ഇനി ഇജാതി വർത്താനം എൻ്റെ മുമ്പിൽ പറയുന്നത്. ഇപ്പോൾ ഒരു തവണ യുദ്ധത്തിൽ തോറ്റ് കിടക്കുകയാണ്, ഇനി രണ്ടാമത് കളിക്കാൻ വന്നാൽ കിംപുരുഷന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാവും. നിർബന്ധമാണെങ്കിൽ എന്നോട് വരം ചോദിച്ചോ. കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവും എനിക്കറിയാം. ഞാൻ ചാവണമെന്നോ കൊല്ലണമെന്നോ വരം ചോദിക്കരുത്. എനിക്കൊരു കോമൺ സെൻസൊക്കെ ഉണ്ട്, വിഷ്ണുവിൻ്റെ മാതിരിയല്ല കോമൺ സെൻസ് ഉണ്ട്. അതുകൊണ്ട് കിംപുരുഷൻ ചത്തു കിട്ടണം അങ്ങനെ വരമില്ല. നോർമലായിട്ടൊരു വരം ചോദിച്ചു, എന്ത് ചോദിച്ചാലും ഞാൻ തരാം, എന്ത് ചോദിച്ചാലും തരുമല്ലോ, തരാം. കഴുത്തിൻ്റെ താഴെ ഉടലിൻ്റെ ഭാഗങ്ങൾ തരണം. വരം കൊടുത്തു കഴിഞ്ഞു. കഴുത്തിൻ്റെ താഴെ ഉടലിൻ്റെ ഭാഗം കൊടുത്തോടുകൂടി ചെയ്യാൻ കഴിഞ്ഞ് തല മാത്രമേ. ആ തലയാണ് കിംപുരുഷൻ. ഞാനാര്, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നിട്ട് ഇതിനെ ഗുണപാഠം ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഈ നെഗറ്റീവ് ഭാവത്തെ, ആര്, എന്ത്, ഞാനാര്, അതിനെ നീക്കം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അതവിടെ കിടക്കും, അവിടെ ഇരുന്നോട്ടെ, നാക്കൊക്കെ നീട്ടി അവിടെ ഇരുന്നോട്ടെ. അതിൻ്റെ താഴെ കൂടെ ദേവാലയങ്ങളിൽ പോയിട്ട് നമുക്ക് തൊഴാൻ പറ്റും. നെഗറ്റീവിനെ ഒഴിവാക്കാനായിട്ട് പറ്റില്ല. പണ്ട് കാലത്ത് കല്യാണങ്ങൾ, വിവാഹ മണ്ഡപത്തിലെല്ലാം ഗ്രാമങ്ങളിലാണ് കല്യാണം. ഈ ഗ്രാമങ്ങളിൽ അങ്ങനത്തെ ചില കല്യാണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് എൻ്റെ ബാല്യത്തിൽ. കാരണവന്മാരെ ക്ഷണിച്ചേ പറ്റൂ. സാധാരണ ഇതിൽ വഴിയിൽ വെച്ച് കണ്ടാൽ മര്യാദയ്ക്ക് പെരുമാറാത്ത കാരണവന്മാരെ, അമ്മാവന്മാരെയൊക്കെ വീട്ടിൽ പോയി ക്ഷണിക്കാതെ പറ്റുമോ? കല്യാണമല്ല. ആ വന്നാൽ എനിക്ക് ക്ഷണിക്കാൻ മടിയുള്ളൊരു കാരണവരുണ്ട്. വരാനുള്ള തടസ്സങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ തടസ്സമുണ്ട്, ഈ തടസ്സമുണ്ട്, ഞാൻ എങ്ങനെ വരാം, നീ എന്ത് കണ്ടിട്ട് എന്നെ വിളിക്കണം? ഇത് വിളിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് വിളിക്കുന്നതാ. പക്ഷെ പറയാൻ പറ്റില്ലല്ലോ, എനിക്കന്നൊരു 24 വയസ്സ് പ്രായമാണ്. അല്ല, എന്നാലും വല്ലാതെ ഇതായപ്പോൾ എന്തായിന്നറിയോ, അത്ര ബുദ്ധിമുട്ടാച്ചാൽ വരണ്ട കൂട്ടിങ്ങി. അവൻ എന്നോട് പറഞ്ഞു വരണ്ടാണ്. വരണോ വേണ്ടോ ഞാനല്ലേ നിശ്ചയിക്കാം. തെറ്റി. വരണ്ടാന്ന് പറഞ്ഞു എന്ന് വീട്ടിൽ നിന്ന് ചീത്ത, മര്യാദയ്ക്ക് സംസാരിക്കണ്ടേ, നമുക്ക് വർത്തമാനം പറയാൻ അറിയില്ല. രണ്ടാമത് പോയി മാപ്പ് ചോദിച്ചു. വരാ, പിന്നെ ഒന്നുണ്ട്, എനിക്ക് കുൽക്കുഴിയാൻ ചൂടുവെള്ളം വേണം.
കുൽക്കുഴിയാൻ. വള്ളുവനാടൻ ഭാഷയാണ്. വായയിൽ വെള്ളം ഒഴിച്ചിട്ട് കുൽക്കുഴിയാന്നാണ് പറയുക. പിന്നെ ഈ കല്യാണത്തിന് എൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ കുൽക്കുഴിയാൻ ചൂടുവെള്ളം വേണ്ടി വരുമല്ലോ, കുൽക്കുഴിയാൻ ചൂടുവെള്ളം വേണ്ടി വരുമല്ലോ. കാരണവർ വരുന്നുണ്ട്. കാരണവർ വന്നു, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ശരി, മനസ്സിനകത്ത് എന്താ ചിന്ത അറിയോ? കാരണവർ പാടിരിക്കേണ്ട ചൂടായിട്ടിരിക്കുകയാണ്, കുൽക്കുഴിയാൻ ചൂടുവെള്ളം വേണം. ഇനി ചൂടുവെള്ളത്തിന് ചൂട് കൂടിയിട്ട് വായ കൊള്ളു, അത് അതിലേറെ അബദ്ധമാവും. ഇതൊക്കെ അതിൻ്റെ ചെറിയ രൂപമാണ്. ഇപ്പം അങ്ങനത്തെവരോട് വിരോധമില്ല കേട്ടോ. ഇപ്പോഴത്തെ എൻ്റെ പ്രായവും ഒക്കെ വെച്ച് നോക്കിയിട്ട് പ്രപഞ്ചത്തിൻ്റെ സ്വഭാവം ഈ നെഗറ്റീവ് ആര് എന്ത് അങ്ങനെ അല്ലടാ, ഇതുണ്ടാകും. അതിനെ നമ്മളൊരു പ്രത്യേക സ്ഥാനത്ത് മാറ്റിവെക്കുക. ഇതാണ് കിംപുരുഷൻ. പുരാണത്തിൽ ഇതിന് തുല്യമായിട്ടുള്ള വേറെ കഥയുണ്ട്. ഈ കിംപുരുഷന് വേറെ കൃഷ്ണന്റെ കഥയിൽ ഇങ്ങനെയുണ്ട്. രാമന്റെ കഥയിൽ കിംപുരുഷന്മാരുണ്ട്. കൃഷ്ണന്റെ കഥയിൽ കൃഷ്ണൻ എത്രയോ പേരെ നിഗ്രഹിച്ചിട്ട് ഇത്തരം ആളുകളെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അവരൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ ഈ ഭൂമിയിൽ ഉണ്ടാകും. അതുകൊണ്ട് ഇത് എൻ്റെ കഥയും കാര്യം കേൾക്കുന്നവരോട് ഞാൻ നന്ദി പറയുകയും, എന്തോ ധന്യമീ ജീവിതത്തിൽ കിംപുരുഷന്മാരുണ്ടാകാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.